എല്ലാവർക്കും ECPSC അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മിൽമ എക്സാമിന് ശേഷമുള്ള കാര്യങ്ങളെപ്പറ്റി പറയാനാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്തിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് റിസൾട്ടിനെ പറ്റി പറയാം. ഇനിയുള്ള വീഡിയോകൾ ഹോം പേജിലും നോട്ടിഫിക്കേഷൻ ആയും ലഭ്യമാകാനായി എല്ലാവരും സബ്സ്ക്രൈബ് ബട്ടണും അതിന് അടുത്തുള്ള ബെൽ ഐക്കണും പ്രസ് ചെയ്യേണ്ടതാണ്. റിസൾട്ട് സാധാരണ 2-3 മാസങ്ങളുടെ ഇടയിലാണ് വരാറ്. അതായത് പരീക്ഷ കഴിഞ്ഞ് 2-3 മാസങ്ങളുടെ ഇടയിലാണ് വരാറ്. പാസ്സായാൽ അധികം വൈകാതെ തന്നെ ജോലിക്കും കയറാം. കഴിഞ്ഞ പ്രാവശ്യം കൊറോണ ടൈം തന്നെ ആയിട്ടും എക്സാം കഴിഞ്ഞ് 7 മാസത്തിനുള്ളിൽ പ്ലാന്റ് അസിസ്റ്റൻ്റായിട്ട് ജോലിക്ക് കയറിയിട്ടുണ്ട് പലരും. അത് ഈ എറണാകുളം റീജിയൻ്റെ എക്സാം ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം കൊറോണ ടൈമിൽ നടന്നത്. ഇനി കട്ട് ഓഫിൻ്റെ കാര്യത്തിലേക്ക് വരാം. ഞാൻ മുന്നത്തെ വീഡിയോയിൽ കട്ട് ഓഫ് 90 കടക്കും എന്ന് പറഞ്ഞതിന് നെഗറ്റീവായിട്ട് പല കമൻസും വന്നിരുന്നു. എല്ലാവർക്കും അറിയാം, മിൽമേൻ്റെ കട്ട് ഓഫ് അവർ തന്നെ 50 ആക്കി ഫിക്സ് ചെയ്തിട്ടുണ്ട്. എന്നാലും 50ൻ്റെ മേലെയുള്ള എല്ലാവർക്കും ജോലി തരുന്നത് നടപ്പാക്കാനാവാത്ത ഒരു കാര്യമാണല്ലോ. ആകെയുള്ള വേക്കൻസിനേക്കാൾ 3 ഇരട്ടി ആളുകളുടെ ലിസ്റ്റാണ് മിൽമ എക്സാമിന് ഇടുക. അപ്പോൾ ടോപ്പ് മാർക്ക് കിട്ടിയ ഒരു 150ൻ്റെയും 200ൻ്റെയും ഇടയ്ക്കുള്ള ആൾക്കാരുടെ ലിസ്റ്റാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എക്സാം ഈസി ആയിരുന്നത് കൊണ്ട് തന്നെ 90ന് മേലെ മാർക്ക് കിട്ടിയവർക്കാണ് ജോലി കിട്ടാൻ സാധ്യത കൂടുതൽ എന്നാണ് ഞാൻ ആ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത്. ഇനി സ്കിൽ ടെസ്റ്റിൻ്റെ കാര്യത്തിലേക്ക് വരാം. സ്കിൽ ടെസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചൂടും തണുപ്പും ഉള്ളിടത്ത് ജോലി ചെയ്യാൻ പ്രാപ്തരാണോ എന്ന് പരിശോധിക്കുക എന്നാണ്. അത് ഏതൊക്കെ രീതിയിൽ നടത്തണം എന്ന് തീരുമാനിക്കുന്നത് മിൽമയാണ്. ഞാൻ നേരത്തെ കഴിഞ്ഞ കൊല്ലം എറണാകുളം റീജിയണിൻ്റെ എക്സാം നടന്ന കാര്യം പറഞ്ഞു. ഈ എറണാകുളം റീജിയണിൽ എന്തൊക്കെയാണ് ടെസ്റ്റിന് നടന്നതെന്ന് വെച്ചാൽ, ഒരു ട്രേയിൽ പാല് പാക്ക് ചെയ്യുന്നതും അതേപോലെ തന്നെ 25 കിലോ ഉള്ള പാലിൻ്റെ ഒരു ചാക്കെടുത്തിട്ട് ഒരു നിശ്ചിത ദൂരം നടക്കുക. ഇത് രണ്ടുമായിരുന്നു കഴിഞ്ഞ എറണാകുളം റീജിയൻ്റെ സ്കിൽ ടെസ്റ്റിന് നടന്ന കാര്യങ്ങൾ. പ്ലാന്റ് അസിസ്റ്റൻ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നവർ തന്നെ സ്കിൽ ടെസ്റ്റ് അത്യാവശ്യം ഈസി ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അധികാരം സ്കിൽ ടെസ്റ്റിൽ പുറത്താവാനും ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ആരും ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. സ്കിൽ ടെസ്റ്റിൻ്റെ ഒപ്പം തന്നെയാണ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും നടക്കാറ്. ഇനി ഡോക്യുമെൻ്റ് വെരിഫിക്കേഷന് പോകുമ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കൊണ്ടുപോകേണ്ടി വരിക എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് തന്നെ കോൾ ലെറ്റർ കയ്യിൽ കരുതണം. കോൾ ലെറ്ററിന് ഇമെയിലായിട്ടാണ് കോൾ ലെറ്റർ വരിക. ഈ കോൾ ലെറ്ററിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നമ്മൾ കയ്യിൽ കരുതണം. പിന്നെ SSLC സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതണം. അതേപോലെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ കയ്യിൽ കരുതണം. അത് SLC ബുക്ക് ആവാം, അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ആവാം. പിന്നെ സിറ്റിസൺഷിപ്പ് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതണം. അത് ആധാർ ആവാം, അതേപോലെ പാൻ കാർഡ് ആവാം, ഡ്രൈവിംഗ് ലൈസൻസ് ആവാം, അങ്ങനെ പലതും ആവാം. അതേപോലെ നമ്മൾ അവസാനം പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷന് TC കയ്യിലുണ്ടായിരിക്കണം. അതെന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം, ഡിഗ്രി ഈ എക്സാമിന് ഒരു അധിക യോഗ്യതയാണ്. അപ്പോൾ ഡിഗ്രി കിട്ടിയിട്ടില്ല എന്ന് തെളിയിക്കാനായിട്ട് നമ്മൾ അവസാനം പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷന് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് അഥവാ TC കയ്യിൽ വെക്കണം. പിന്നെ കാസ്റ്റിൻ്റെ ബേസിൽ കയറുന്നവർ കാസ്റ്റ് സർട്ടിഫിക്കറ്റും കയ്യിൽ വെക്കേണ്ടി വരും. ഇതിൻ്റെയൊക്കെ ഒറിജിനലും വേണം. അതേപോലെ തന്നെ ഒരു ഗസറ്റഡ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്ത കോപ്പിയും കയ്യിൽ വെക്കണം.